വേണ്ട. അവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോ ആദ്യം അവൻ കേൾക്കേണ്ടത് നല്ലതാണ്. അള്ളാഹുവിനെ കുറിച്ചും റസൂലുള്ളാഹിനെ കുറിച്ചാണ് കേൾക്കേണ്ടത്. അവിടെ കേട്ടാലേ ആ കുഞ്ഞു വളരും. അത് കേട്ടിട്ടാണ്, അതാണ് അവന്റെ കാതുകളിൽ കേൾക്കേണ്ട ആദ്യത്തെ നാദം. എപ്പോഴും ഒരു കുഞ്ഞിനെ വിളിച്ചുണർത്തുമ്പോ അവന്റെ കാതുകളിലേക്ക് കേൾക്കേണ്ടത് ഏറ്റവും നല്ല വാക്ക് കൊണ്ടാണ് മക്കളെ വിളിച്ചുണർത്തേണ്ടത്. മോനെ എഴുന്നേൽക്ക്, മോനെ സുബഹി നിസ്കരിക്ക് എന്നൊരു കുഞ്ഞിനോട് പറഞ്ഞ ഒരു മോനെ വിളിച്ചെണീപ്പിക്കുന്നത് മോനെ അല്ലെങ്കിൽ മോളെ. ഈ മോനെ മോളെ എന്നൊക്കെ മക്കളെ വിളിച്ചാൽ മക്കൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. അങ്ങനെ അന്ന് വിളിച്ചു കിട്ടിയാ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ചില മാതാപിതാക്കൾ അങ്ങനെ വിളിക്കൂല, ചില ഉപ്പയൊന്നും അങ്ങനെ തീരെ വിളിക്കൂല. മോനെ എന്നൊരു കുട്ടീനെ വിളിച്ചു നോക്കിയാട്ടെ, മോനെ. ആ കുഞ്ഞിന് വല്ലാത്ത ഇഷ്ടം ഉണ്ടാവും. നമ്മുടെ ഒരാൾ വന്ന് മോനെ എന്ന് വെച്ചാൽ നമുക്ക് അയാളുടെ സ്നേഹം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഇല്ലേ? അപ്പോ മക്കളെ നല്ലത് കൊണ്ട് വിളിക്കണം, നല്ലതുകൊണ്ട്. രാവിലെ വിളിക്കണമെങ്കിൽ ഇവർ രാവിലെ എണീക്കണ്ടേ? ചില മക്കളാണ് ഉമ്മാനെ വിളിക്കുന്നത്. ഉമ്മ 8 മണിയായി, ഉമ്മ കിടന്നുറക്കുന്നുണ്ടാവും. മക്കള് മദർസയിൽ പോണ്ട സമയമായിട്ട് മക്കൾ എണീച്ചിട്ടുണ്ടാവും. അതിന് മക്കൾ ഉമ്മാനോട് ഉപ്പാനോടും ഉപ്പി ഇങ്ങനെ ഓർക്കുന്നുണ്ടോ, ഹലോ മദർസ പോയി. എന്റെ കൂട്ടര് നമ്മള് കുറച്ച് നേരത്തെ എണീക്കണ്ടേ? നേരത്തെ എണീച്ചിട്ട് മക്കളൊന്നും തട്ടി വിളിക്കണ്ടേ? മക്കൾ എണീക്കുക, മോനെ എഴുന്നേക്ക് നിസ്കരിക്കുക, പള്ളിയിൽ പോകാൻ സമയമായി, മദ്രസയിൽ പോണ്ടേ എന്നൊക്കെ മക്കളെ വിളിച്ചിട്ടാ. മക്കളെ വിളിക്കണം, നമ്മ എണീക്കൂല. എവിടെ എണീക്കാൻ? ചില പെണ്ണുങ്ങൾ എണീക്കപ്പെന്ന് പറഞ്ഞാൽ മദ്രസയിൽ ബെല്ലടിക്കുമ്പോ, അവിടെ ലോങ് ബെല്ലടിക്കുമ്പോ ചില പെണ്ണുങ്ങൾ കുഞ്ഞിന്റെ ചന്തിക്ക് ലോങ് ബെല്ലടിക്കും. ടിൻ്റെ എണീക്ക് സമയമായി. പിന്നെ എഴുന്നേറ്റിട്ട് ഒന്ന് മര്യാദക്ക് പല്ലിയേക്കാൻ വരെ സമയം ഉണ്ടാവില്ല. മക്കൾ പോകുന്നു, കുളിമുറിയിൽ നിന്ന് വെള്ളം അങ്ങനെ എടുക്കുന്നു, അങ്ങനെ ആക്കും. എന്നിട്ട് കട്ടൻ ചായയും വെച്ച് കയറ്റിയിട്ട് പൂക്കൊണ്ട് ഉത്സാഹപ്പെടുത്തിട്ട് ഇങ്ങനെയാ പോവാ മദ്രസയിലേക്ക്. മൂക്കുന്നെല്ലാം ഒലിക്കുന്നുണ്ടോ? ആ രാത്രി ഇട്ട മറ്റേ പാൻ്റ് തന്നെയായിരിക്കും ചിലപ്പോൾ ഇടുക. അതിൻ്റെ ഒരു കുപ്പായി ഇടും. അത് മാറ്റി കൊടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. ഉറക്കത്തിട്ടതിൻ്റെ എടുത്തിട്ട് പോകും. മദ്രസയിൽ വരുമ്പോൾ ഒരു രസമാണ്. നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ ഉണ്ടാവും റൂമിൻ്റെ പുറത്ത് നിൽക്കുന്ന ഇങ്ങനെ അസ്സലാമലൈക്കും അങ്ങനെ നോക്കും. യോ അല്ലോ വന്നിട്ടോ പിടിച്ചിത്തു. ഇവൻ ക്ലാസ് കയറിയാൽ പിന്നെ നാറിയിട്ട് ആ ഭാഗത്ത് പോകാൻ കഴിയില്ല. കാരണം കിടന്ന പായി എണീച്ച് അങ്ങോട്ട് വരുന്നല്ലേ. പിന്നെ നമ്മളിങ്ങനെ ഓതി കൊടുക്കും. പിന്നീട് ഈ മക്കൾ എന്താകുക? അതുകൊണ്ട് എൻ്റെ പെണ്ണുങ്ങളെ നിങ്ങൾ കുറച്ച് നേരത്തെ എണീക്ക്. എന്നിട്ട് മക്കളെ കുളിപ്പിക്കണമെങ്കിൽ കുളിപ്പിക്ക്. രാവിലെ നിന്നിട്ട് ആ മക്കളൊന്ന് നിങ്ങൾ തണുത്ത വെള്ളത്ത് കുളിപ്പിച്ച് നോക്കിയട്ടെ. രാവിലെ എഴുന്നേറ്റിട്ട് കുളിപ്പിച്ച് നിസ്കരിച്ച് 2 കാലത്ത് 7 വയസ്സ് മുതൽ നിസ്കരിക്കാൻ കൽപ്പിക്കണ്ടേ? 70 വയസ്സായി ഉപ്പാ നിസ്കരിച്ച, അതിന് 7 വയസ്സിലെ പിള്ളേർ നിസ്കരിക്കാൻ. എന്നിട്ട് ഈ മക്കള് കൊണ്ട് നിസ്കരിപ്പിച്ച് എന്നിട്ട് ഖുർആൻ എടുത്ത് കുറച്ച് ചായയൊക്കെ വെച്ച് കൊടുത്ത് എന്നിട്ട് ആ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് മദ്രസയിലേക്ക്. വിശുദ്ധ ഖുർആൻ കൊടുക്കേണ്ടത് നല്ല കയ്യിലാണ്, അല്ലാണ്ട് രാത്രി ഉറങ്ങുമ്പോൾ മൂത്രമൊഴിച്ച മക്കളെടുത്ത് ഖുർആൻ എടുത്ത് കൊടുക്കല്ല വേണ്ടത്. നല്ല ശുദ്ധമായ ശരീരവും ശുദ്ധമായ മനസ്സോടെയും ആ മക്കളെ മദ്രസയിലേക്ക് വിട്. ആ മക്കളെ ഖുർആൻ പഠിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു നാഫിയ ഇൽമു നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന മക്കളായി നമ്മുടെ മക്കളെ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. അങ്ങനെ വിട് മദ്രസയിൽ. അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ആമീൻ. ചില ആളാമീൻ കേട്ടാൽ എനിക്കറിയാം. കുട്ടികളിങ്ങനെ ചെയ്യാതെ ആമീൻ പറഞ്ഞതാ. അപ്പൊ ഇവിടെ ഇവനെ വിളിച്ചുണർത്തൽ ഇങ്ങനെയല്ലേ? ഇവന് വിളിച്ചു സത്യം പറഞ്ഞു അങ്ങനെ തന്നെ എന്നെ വിളിച്ചുണർത്തൽ. അപ്പൊ അള്ളാഹു പറഞ്ഞു, എന്നാൽ ന്യായമായും ഞാൻ സംശയിക്കുന്നു നീ എൻ്റെ കൊലയാളിയാകുമെന്നു. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് ശാങ്കമരൻ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ പട്ടാളത്തിൽ ചേരാൻ അയച്ചത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന്റെ പിന്നെ ഒരുപാട് സംഭവം നടന്നിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെയും അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹുവിനെയും ഹസ്രത്ത് മുആവിയ റളിയല്ലാഹു ഇവരെ 3 ആളെയും കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതിന് ഇബ്നു മുൽജിം പങ്കെടുത്തിട്ടുണ്ട് ഒരിക്കലും. ആ സംഘത്തിൽ ഇബ്നു മുൽജിമുണ്ട്, ലിറാറുണ്ട്, ഷബീബുണ്ട്. ഇവർ 3 ആളെയും കൊല്ലാൻ തീരുമാനിച്ച ഒരു ടീമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല കഥ. ഈ വധത്തിലേക്ക് സംഭവിച്ച ഒരുപാട് ചരിത്രങ്ങളിലെ അല്ലെങ്കിൽ ഒരുപാട് പശ്ചാത്തലങ്ങളിൽ ഒരു പശ്ചാത്തലം മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിലേക്ക് സംഭവിച്ച അല്ലെങ്കിൽ ആ ഷഹീദിന് സംഭവിക്കുന്നതിന് ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട്. അറേബ്യൻ ഭരണകൂടത്തിൽ ഉരുണ്ടിത്തിരിഞ്ഞ അല്ലെങ്കിൽ ഊരിത്തിരിഞ്ഞ ചില സംഭവ വികാസങ്ങളുണ്ട്. ഹസ്രത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന് പോലും മര്യാദകളോട് വിഷമമുണ്ടായിരുന്നു. അങ്ങനെ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ വേറെ വലിയ ചരിത്രമാണ്. ആ ഭാഗത്തേക്ക് പോയപ്പോൾ ഈ ഭാഗം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം പോകാതെയാണ്. അതിന്റെ മർമ്മങ്ങൾ പിടിച്ചിട്ട് മുന്നോട്ട് പോകുക ഞാൻ. അപ്പോ അലി റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഇബ്നു മുൽജിം അലി റളിയല്ലാഹു അൻഹുവിനെ പട്ടാളത്തിൽ ചേരാൻ ഷാം ഗവർണർ എന്നെ അയച്ചതെന്ന് പറഞ്ഞപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പട്ടാളത്തിൽ ഇവനെ ചേർത്തു. 1-2 കൊല്ലങ്ങൾ കഴിഞ്ഞു.
1-2 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോ അതിവേഗം ഒരു നല്ല യോദ്ധാവായി മാറിയിട്ടുണ്ട് നമ്മുടെ ഇബ്നു മുൽജിം. ആ സമയത്താണ് നെഹ്റുവാൻ യുദ്ധമുണ്ടായത്. നെഹ്റുവാൻ യുദ്ധത്തിൽ തന്റെ പ്രതിനിധിയായിട്ട് അലി റളിയല്ലാഹു അൻഹു യുദ്ധസംഘത്തെ ഏൽപ്പിച്ചത് ഇബ്നു മുൽജിമിന്റെ കയ്യിലാണ്. നെഹ്റുവാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. ഇബ്നു മുൽജിമിന്റെ നേതൃത്വത്തിലുള്ള പട്ടാളം, ഇസ്ലാമിക സൈന്യം നെഹ്റുവാൻ യുദ്ധത്തിൽ വിജയിച്ചു. വിജയ വാർത്ത മദീനയിൽ ഇരിക്കുന്ന അലിയാർ തങ്ങളെ അറിയിക്കാൻ ഗവർണർ ഇബ്നു മുൽജിമിനെ തന്നെ വിളിച്ചു. ഷാമിന്റെ ഭാഗത്ത് നടന്ന നെഹ്റുവാൻ യുദ്ധത്തിൽ ആ ഭാഗത്തെ ഗവർണർ മുൽജിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുൽജിമേ, നിന്റെ നേതൃത്വത്തിലാണല്ലോ യുദ്ധം ജയിച്ചത്, അതുകൊണ്ട് നീയാണ് അലിയാർ തങ്ങളോട് പറയാൻ ഏറ്റവും നല്ല ആള്, അതുകൊണ്ട് നീ പോയിട്ട് അത് വിവരം പറയണമെന്നാണ്. ഇബ്നു മുൽജിം തന്റെ കുതിരപ്പുറത്ത് അതിവേഗം പുറപ്പെട്ട് മദീനയെ രക്ഷീകരിച്ചുകൊണ്ട് അങ്ങനെ അതിവേഗം മരുഭൂമി താണ്ടിയവൻ ഈത്തപ്പനയുടെ തോട്ടത്തിലൂടെ നടന്ന് അതിവേഗം കുതിര ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എവിടെന്നോ ഒരു വിളികൾക്കാണ്, ഒരു പെണ്ണ് ഇങ്ങനെ വിളിക്കാണ്, മുൽജിമേ ഒന്ന് നിക്ക്, മുൽജിമേ ഒന്ന് നിക്ക്, മുൽജിമേ മുൽജിമേ ഒന്ന് നിക്ക്. ഒരു ലേഡീസ് സൗണ്ടാ. ഇബ്നു മുൽജിം കുതിരന്റെ കടിഞ്ഞാണെന്ന് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ നോക്കി, കാണുന്നൊന്നുമില്ല. ചിലപ്പോ യക്ഷിയ പക്ഷിയ പ്രേതാറ്റി പോയാ. വീണ്ടും മുന്നോട്ട് പോകുമ്പോ വീണ്ടും വിളിക്കാ, മുൽജിമ അവിടെ നിൽക്കേ. മുൽജിമ നിന്നു. അപ്പൊ ഒരു ഈത്തപ്പന മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന പോലെ പെട്ടെന്നൊരു പെൺകുട്ടി മുൽജിമിന്റെ മുന്നിലേക്ക് വന്നു. അവളെ കണ്ടപ്പോ മുൽജിമ് ഞെട്ടി, യാറപ്പേ ഇതെന്ത്? പെണ്ണുങ്ങളെ വെറുതെ കുറ്റം പറയണ്ട, നമ്മളാ ടിവിക്ക് ഒരു റിമോട്ട് ഉണ്ട്, ആ റിമോട്ടിന് അപ്പുറത്തൊരു റിമോട്ട് നിന്റെ കയ്യിൽ വേണം. അത് എപ്പോ തുറക്കണം, എപ്പോ ഓഫാക്കണം, എപ്പോ ഓണാക്കണം, എന്ത് കാണണം എന്ന് തീരുമാനിക്കാൻ നിനക്ക് ചങ്കൂറ്റം വേണം. വാങ്ങി വെച്ചോനിക്ക് ചങ്കൂറ്റം വേണം. പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പെണ്ണുങ്ങളത് കാണും. പെണ്ണുങ്ങളെ മുന്നിൽ സ്വതന്ത്രമായി ടി വി വെച്ചു കൊടുത്താൽ അവരത് കാണും. അത് അവിടെ പിന്നെ ജനസിന്റെ ഭാഗമാണ്, അവരുടെ ജീനസ് അങ്ങനെയാണ്, അത് അവർ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ അതിന്റെ അപ്പുറത്ത് വാങ്ങി വെച്ച ആണും പെണ്ണും കെട്ട ഓരോരുത്തരില്ലേ, ഓന് വേണം. അതെപ്പോ തുറക്കണം, എന്ത് കാണണം, എങ്ങനെ കാണണം തീരുമാനിക്കേണ്ടത്. ടി വി വേണോ വേണ്ട എന്നുള്ളത് വേറെ ചർച്ച, അത് തീരുമാനിക്കേണ്ടത് നമ്മളായിരിക്കണം. അല്ലാണ്ട് അതാണ് തുറന്നു വെച്ച് കൊടുത്തിട്ട് പിള്ളേരും കാണുന്നു, ഉമ്മയും കാണുന്നു, ഉപ്പയും കാണുന്നു, എല്ലാ ഹലാക്കും ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കുടുംബ ജീവിതത്തിന്റെ തറക്കല്ല് പോകാണ്. എല്ലാ വൃത്തികേടും നമ്മളെ പുരന്റെ മുന്നിൽ ഇങ്ങനെ കുത്തിയിരുന്ന് കാണാണ്. പെൺകുട്ടികൾ ഒളിച്ചോടുന്നത് എങ്ങനെയാ? സീരിയൽ കണ്ടിട്ടാ. വസ്ത്രധാരണം കണ്ടില്ലേ? ഓരോരു പെണ്ണിന്റെ ചൂരിദാറിന്റെ കൈ ഇവിടെയാണ്. ഇവിടെയാ കൈ പൊന്തിച്ചാൽ ജനഗണവാടി പോവും. അത് എവിടുന്ന് വന്നു? സീരിയൽ നടിമാരിടുന്ന സാധനം. സീരിയൽ നടിമാരാന്ന് കുപ്പായത്തിന് കയ്യില്ലാണ്ട് വീട് ഇങ്ങനെ ഇട്ടിട്ട് ഫിറ്റാക്കിയിട്ട്. അത് ഞാൻ പറയുന്നില്ല, നിങ്ങളെ നേതാവല്ലേ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബിബിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചോ? ആരാ മയ്യത്തേട്ടിലുണ്ടാക്കിയ? മയ്യത്തെടുത്ത് കൊണ്ടുപോകണം. മയ്യത്ത് ഉണ്ടാക്കിയ ആരാണ് ആ മയ്യത്ത് കെട്ടിൽ പ്രചോദനം നൽകിയത്? ഈ പെണ്ണുങ്ങൾ അറിയാൻ ഞാൻ പറഞ്ഞുതരാം. ഫാത്തിമ ബിബി. അത് ഫാത്തിമ ബിബി ഒരിക്കല് ഇരുന്ന് കരയാണ് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം. ഇരുന്ന് കരയുടെ ഫാത്തിമ ബിബിയുടെ അലിയാർത്തങ്ങൾ വന്നു. അലിയാർത്തങ്ങൾ വന്നിട്ട് ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? ഉപ്പ വഫാത്തായ ടെൻഷനിലാണോ? അപ്പ പറഞ്ഞു, അല്ല അലി, ഉപ്പ വഫാത്തായ ടെൻഷൻ ഉണ്ടെങ്കിലും ഉപ്പാന്റെ അടുക്കലേക്ക് ഏറ്റവും ആദ്യം പോകുന്ന പൊന്നുമോള് ഞാനാണ്. അതിനൊക്കെ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ? എനിക്ക് പ്രായപൂർത്തി എത്തിയപ്പോ ഫാത്തിമ പറയാണ്, എന്റെ മുഖവും മുൻകൈയും കണ്ടത് 2 ആളാണ്. ആണായി പറഞ്ഞ 2 ആളെ എന്റെ മുഖവും മുൻകൈയും കണ്ടിട്ടുള്ളൂ. അതൊന്ന് എന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഉപ്പയാ, മറ്റൊന്ന് ഭർത്താവായി നിങ്ങളുവാ. മറ്റൊരാൾ കണ്ടിട്ടില്ല, ഫാത്തിമാനെ ആരും കണ്ടിട്ടില്ല. പക്ഷെ ഫാത്തിമ മരിച്ചാൽ, അന്ന് മയ്യത്തട്ടിലില്ല, ഫാത്തിമ മരിച്ചാൽ ഫാത്തിമക്കൊരു കഫംപുട ധരിപ്പിക്കും. കഫംപുടവില്ലേ, 3 കഷ്ണം തുണിയിൽ പൊതിയില്ലേ? പെണ്ണുങ്ങളെ നിങ്ങളൊന്ന് പൊതിയല്ലോ. അങ്ങനെ ഫാത്തിമായി പറഞ്ഞു, ഒരു മയ്യത്ത് പൊതിഞ്ഞത് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയാട്ടെ. മയ്യത്ത് പൊതിഞ്ഞത്, മയ്യത്ത് എപ്പോഴും ലൂസായിട്ടല്ല പൊതിയ, ടൈറ്റായിട്ടാ പൊതിയ. അപ്പൊ ഒരു മയ്യത്തിന്റെ കോലം നമ്മളെ മനസ്സിൽ വരുന്നില്ലേ? ആണായാലും പെണ്ണായാലും മയ്യത്തൊരു തുണിയിൽ പൊതിഞ്ഞാലോ ഒറ്റ മോഡലുണ്ടാകാം. ഫാത്തിമ പറയാണ്, അങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് എന്റെ മയ്യത്തിന് കഫംപുടവ പൊതിഞ്ഞാൽ അതൊരു പലകയുടെ മേലെ എടുത്തു വെച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാട്ടുകാരന്റെ മയ്യത്തിന്റെ രൂപം ഒന്ന് കാണൂലേ? കറുത്ത പറുത ടൈറ്റാക്കി ധരിക്കുന്ന പെണ്ണെ, അറിഞ്ഞോ? കറുത്ത പറുത വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് ശരീരത്തിന് ടൈറ്റാക്കി അടുപ്പിച്ചിട്ട് ടൈറ്റ് ഫിറ്റാക്കി ധരിക്കുന്ന പെണ്ണറിഞ്ഞോ? ഫാത്തിമ പറയുന്ന ഒരു വാക്കുണ്ട്, മയ്യത്തിന് കഫംപുടവ പൊതിഞ്ഞാൽ ആ മയ്യത്തിന്റെ കഫംപുടവ പൊതിഞ്ഞിട്ട് എന്റെ ശരീരത്തിന്റെ ആകൃതി കൊണ്ടുപോണവരൊക്കെ കാണൂലേ? അതുകൊണ്ടാണ് അല്ലേ ഞാൻ കരയണത്. ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ മയ്യത്ത് രാത്രി മറവ് ചെയ്യണം, ആരോടും പറയണ്ട. മയ്യത്ത് മറവ് ചെയ്യണം. എന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്റെ മയ്യത്തിന്റെ മേലെ ഒരു തുണിയിട്ട് മൂടണേ അലി എന്ന് ഫാത്തിമ ബീവി
ഒരു തുണിയിട്ട് മൂടണം, മയ്യത്തിന്റെ രൂപമൊന്നും ആരും കാണാൻ പാടില്ല. ആ കാലഘട്ടം വരെ മയ്യത്ത് കൊണ്ടുപോയത് പലകപ്പുറത്ത് എടുത്തു വെച്ചിട്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ശരീരം പോലും ഒരു പലകയുടെ മേലെയാണ് കുളിപ്പിച്ചു കൊണ്ടുവന്ന് കിടത്തിയിട്ട് റൗദാ ഷരീഫിലേക്ക് താഴ്ത്തി വെച്ചത്. ഇന്ന് പള്ളിയിൽ കാണുന്ന മയ്യത്ത് കട്ടിലിന് ബീജാപം നൽകിയത് ആരാണെന്ന് പറയാനാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ പെണ്ണുങ്ങളുടെ നേതാവാണ് അതിന് ഉത്തേജനം കൊടുത്തത്. എന്നിട്ട് തന്നെ തുണിയിട്ട് മൂടിയിട്ട് കൊണ്ടുപോകണം എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ പൊന്നുമോള് രാത്രി മരിച്ചു. പ്രിയപ്പെട്ട ഫാത്തിമാന്റെ മയ്യത്ത് രാത്രി തന്നെ അലിയാർ തങ്ങൾ കബറടക്കി. ബുദ്ധിമാനായ അലി ഇബ്നു അബീ താലിബ് ചിന്തിച്ചു, ഫാത്തിമ പറഞ്ഞത് സത്യമാണ്. ഏതൊരു പെണ്ണിന്റെ മയ്യത്തും പലകപ്പുറത്തെടുത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിന്റെ രൂപഭംഗി ജനങ്ങൾ കാണും, അതിന്റെ ആകാര വടിവെന്ന് കാണും. അതുകൊണ്ടത് പാടില്ല. അങ്ങനെ അതിബുദ്ധിമാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബിവിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് പള്ളിക്കകത്ത് കാണുന്ന മയ്യത്ത് കട്ടിലിന് ജന്മം നൽകിയത് അലി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. ഫാത്തിമ ബിവിയാണ് അതിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അത് ആരാ? ഈ പെണ്ണുങ്ങളുടെ നേതാവ്. ആ പെണ്ണിന്റെ ബാക്കിലാണ് ഈ പെണ്ണൊക്കെ സ്വർഗത്തെ പോണ്ടത്. എന്നിട്ട് ഈ കറുത്ത പർദ്ദ അങ്ങനെ ടൈറ്റാക്കി ധരിപ്പിച്ചിട്ട് മുമ്പ് ഇങ്ങോട്ടും ബാക്ക് ഇങ്ങോട്ടും ഇവളാരാ ടിപ്പർ ലോറിയാ ബാക്കും മുമ്പും പൊന്തിച്ചിട്ട് പോകാൻ. അതുകൊണ്ട് ആണുങ്ങളെ പെണ്ണുങ്ങൾ പർദ്ദ ധരിക്കുന്നത് നമ്മളെ വീട്ടിലാണ്. അതുകൊണ്ട് ടൈറ്റായ പർദ്ദ പെണ്ണ് ധരിച്ചാൽ അതിന്റെ ടൈറ്റ് പൊട്ടിക്കാൻ നിങ്ങൾക്ക് കൈക്ക് കരുത്ത് വേണം, നാവിനും കരുത്ത് വേണം. കൈക്കെല്ലും നാവിന് കരുത്തുമില്ലെങ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞവൻ ആണല്ല, ആണുമല്ല, പെണ്ണുമല്ല, മണ്ണുമല്ല, പുണ്ണാക്കുമല്ല അവൻ. അതുകൊണ്ടൊന്ന് ചിന്തിക്ക്. ടൈറ്റ് പർദ്ദ റസൂലുള്ള 14 നൂറ്റാണ്ട് മുമ്പ് വെറുതെ അല്ലല്ലോ കൂട്ടരെ പറഞ്ഞത്. അവസാന കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും, അവർ നഗ്നകളാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്തേ പറഞ്ഞത്? വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ നഗ്നകളാണ്. നഗ്നകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉടുക്കാട് നടക്കുന്ന ആളെന്നതിന്റെ അർത്ഥം. എന്തേ റസൂൽ അങ്ങനെ പറഞ്ഞേ? വസ്ത്രം ധരിച്ചിട്ട് പിന്നെ എങ്ങനെയാ നഗ്നകളാവുക? വസ്ത്രം ധരിച്ച പിന്നെ എങ്ങനെ നഗ്നകളാവും? ഒരു ചൂരിദാറിട്ട് പോകുന്ന പെണ്ണിനേക്കാൾ കാമവറിയുള്ള കഴുകക്കണ്ടുള്ള കാമവറിയമാർ റോഡിന്റെ മേലെ കുത്തിയിരുന്ന് നോക്കുന്നത് പർദ്ദ കിട്ടു പോണ പെണ്ണിന്റെ മാറിലേക്കും നെഞ്ചിലേക്കുമാണ്. കാരണം അത്രമാത്രം ടൈറ്റ് ആയിട്ടാണ് അവൾ പർദ്ദ ധരിക്കുന്നത്. അതുകൊണ്ട് ടൈറ്റായി ധരിക്കുന്ന പെണ്ണിന്റെ പർദ്ദയുടെ കെട്ടുപൊട്ടിക്കാൻ ആണായ നമുക്ക് നട്ടലില്ലെങ്കിൽ പിന്നെ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ആദ്യം മറുപടി പറയേണ്ടത് നമ്മളാണ്. എന്നിട്ടേ പെണ്ണുങ്ങളോട് പടച്ചോൻ ചോദിക്കൂ. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നെ പോണോ, പൊട്ടിക്കണ പർദ്ദന്റെ കെട്ട് ലൂസാക്കി കൊടുക്കണോ? ചിലപ്പോ അവന്റെ തലക്ക് ഒന്ന് പൊട്ടിക്കും പെണ്ണുങ്ങ. അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്. ഇനി അത് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. അള്ളാന്റെ മുന്നിൽ മറുപടി പറയേണ്ട ഒരു കാലം വരും എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങളെ നമ്മളാക്കി നമ്മള് പടച്ചോൻ പറഞ്ഞ മാർഗത്തിൽ നടത്തണം. അല്ലെങ്കിൽ ആ പെണ്ണങ്ങ് നിങ്ങൾ ഒഴിവാക്കി വിടണമല്ലോ. കാരണം ആ പെണ്ണുങ്ങൾ എങ്ങനെ പോറ്റുന്നു? നിങ്ങളെ പോറ്റുന്ന പണി നിങ്ങൾ പോറ്റണല്ലോ. നമ്മളെ പോറ്റുന്ന പണി നമ്മളെന്ത് പോറ്റുന്നു? നമ്മള് അല്ലേ ഖുർആനല്ലേ പറഞ്ഞത്? പെണ്ണുങ്ങളുടെ മേലെ ആണുങ്ങൾക്ക് ചില ആധിപത്യങ്ങളില്ലേ? അവരെ പറഞ്ഞെടുത്ത് നിർത്തണ്ടേ? ഇസ്ലാമിക രൂപത്തിൽ അവരെ കൊണ്ടുപോകണ്ടേ? അല്ലാണ്ട് പെണ്ണ് പറഞ്ഞെടുത്ത് നടക്കുന്ന ആണ്. പെണ്ണ് പറയും പോലെ നടക്കുന്ന ആണിനോട് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, നിനക്ക് ഏറ്റവും നല്ലത് ഭൂമിയുടെ ഉള്ളാടാ. പടച്ചോൻ പറഞ്ഞത് അങ്ങനെയാ. പെണ്ണ് പറഞ്ഞ പോലെ നീ നടന്നാൽ നിനക്ക് ഏറ്റവും നല്ല എന്താണെന്നറിയോ? ഭൂമിയുടെ ഉൾഭാഗം എന്ന് പറഞ്ഞ കബറ് എന്ന് പറഞ്ഞാൽ നീ മരിക്കലാ നല്ലത്. പച്ച മലയാളം ഞാൻ പറഞ്ഞാല് പെണ്ണുങ്ങൾ പറഞ്ഞ പോലെ ആണുങ്ങൾ നടക്കാൻ തുടങ്ങിയാൽ പച്ച മലയാളത്തിൽ പറഞ്ഞ നീ മരിക്കലാ നല്ലതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില പെണ്ണുങ്ങളുണ്ട് ഭൂലോക സാധനങ്ങൾ. സെൻട്രാളിൽ വര വരച്ചിട്ടാ പറഞ്ഞ ഈ വര ചവിട്ടി ഇപ്പുറം വന്ന് നിങ്ങളെ വിടൂല കാക്കാൻ. ആ പൊട്ടം വരും ചെയ്യില്ല. ഓളെ പൊടിച്ചിട്ട് ബാക്കിലൂട്ട പോകും. അപ്പുറത്തൂട്ട പോയിട്ട് ഇപ്പുറത്തെ വന്നിട്ട് ഈ വരന്റെ ഇപ്പുറത്ത് നിന്നിട്ട് പറയും, പാത്തുമ്മ നീ വരച്ച വര ചവിട്ടാണ്ട് ഞാൻ ബാക്കിലൂട്ട വന്നല്ലേ കൊടുക്കണോന്റെ പേരടിക്ക് വിട്ട്. അങ്ങനെ പെണ്ണുങ്ങൾക്ക് കണക്കായി നിന്നാ ഖിയാമത്ത് നാൾ ഉണ്ടാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പെണ്ണുങ്ങൾ എല്ലാം പറഞ്ഞാൽ കേൾക്കട്ടോ നല്ല പറഞ്ഞത്. പെണ്ണുങ്ങൾ നല്ലത് പറഞ്ഞാൽ കേൾക്കണോ? അറിയാതെ ഞങ്ങൾ ഈത്തപ്പന മരത്തിന്റെ മേലെ കയറുമ്പോ ഫാത്തിമാവി പറഞ്ഞിരിക്കുക, പിന്നെ ഉണങ്ങിയ ഓല പിടിക്കണ്ട, പച്ച പിടിക്കാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ തൊട്ടു മുമ്പാന്ന് റസൂലുള്ളാഹി മദീന പള്ളിയിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളുടെ വർത്താനം കേട്ട് ജീവിച്ചാൽ ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അലിയാർ ഞങ്ങൾ പറഞ്ഞു പെണ്ണുങ്ങളെ വർത്താനല്ലേ ഒഴിവാക്കാം. പച്ചോല പിടിക്കാണ്ട് ഉണങ്ങിയ എന്നെ പിടിച്ചപ്പോൾ പോയതിനേക്കാൾ സ്പീഡിൽ അലിയാർ ഞങ്ങൾ കാലെത്തി വീണ് നല്ലോണം വേനെടുത്ത് അലിയാർ ഞങ്ങൾ തടിയിട്ട് കുത്തിയിരിക്കുമ്പോൾ ഫാത്തിമ ബി ചിരിച്ചോണ്ട് വന്നിട്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല നേരെ എതിരി എഴുതിട്ടല്ലേ വീണ്. ആ പച്ചോലയെ പിടിച്ചൊക്കെ ഇങ്ങോട്ട് ആരെത്തുമോ? അല്ല ഫാത്തിമ, റസൂലുള്ളാഹിന്റെ ഒരു വാക്കുണ്ട്, അതാണ് ഞാൻ അങ്ങനെ പിടിച്ചു പോയത്. നോക്കട്ടെ, രണ്ടാമത് കയറി അലിയാർദാനോ റസൂലുള്ളാഹിന്റെ വാക്കല്ലേ, എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ടക്കൂലല്ലോ. രണ്ടാമത് കയറിയിട്ട് അലിയല്ലാഹുവിന് ഫാത്തിമ പറഞ്ഞ ആ മട്ടൽ പിടിച്ചില്ല.
വേറൊരു പച്ചമട്ടൽ പിടിച്ചിട്ട് ഈത്ത മരത്തിൻ്റെ മേലെ വലിഞ്ഞു കയറിയിട്ട് ഫാത്തിമ ബീബി പിടിക്കാൻ പറഞ്ഞ മട്ടലിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കൊടിയ വിഷമുള്ളൊരു സർപ്പ ഇരിക്കുന്നു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ്. അലി റളിയല്ലാഹു അൻഹു അതാണ് പിടിച്ചതെങ്കിൽ പാമ്പ് കൊത്തും, അലി മരിച്ചു പോകുമെന്ന് അലി റളിയല്ലാഹു. അപ്പോൾ റസൂലുള്ളാഹിന്റെ വാക്ക് ഫാത്തിമ ബീവിയോട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ നീ പറഞ്ഞ കൊമ്പങ്ങാൻ ഞാൻ പിടിച്ചിരുന്നുവെങ്കിൽ എന്നെ പാമ്പ് കടിക്കും, ആ വിഷം എനിക്ക് കയറുമായിരുന്നു, ചിലപ്പോൾ ഞാൻ മരിച്ചു പോകുമായിരുന്നു ഫാത്തിമ. അതുകൊണ്ട് നിന്റെ ഉപ്പാന്റെ വാക്ക് ഞാൻ മനസ്സിലാക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസഹ്ബിഹി വസല്ലം റസൂലുള്ളാഹ്. അവിടെ പെണ്ണുങ്ങൾ പറഞ്ഞ എല്ലാം കേൾക്കണ്ട നല്ല പറഞ്ഞു അർത്ഥം. ചിലപ്പോൾ നിൽക്കാതെ കാക്കണ്ട പറയണോ. പാമ്പ് കൊടുക്കുമ്പോൾ ചില പെണ്ണുങ്ങൾ പറയും, ഇതായ മനുഷ്യങ്ങ് പോയി ഒന്ന് പള്ളിയിൽ പോയി നിൽക്കിച്ചിട്ട് നീ പറഞ്ഞിട്ട് ഞാൻ നിൽക്കിച്ചിട്ട് മറ്റന്നാ ക്യാമനാളുണ്ടാവും എന്ന് അറിയണ്ട. അങ്ങനത്തെ കൂട്ടരുണ്ട്. ഇവിടെ നോക്ക് നിങ്ങൾ, അലി റളിയല്ലാഹു അൻഹു ആ മഹാനായ മനുഷ്യൻ മദീനത്ത് അധികാരമേറ്റപ്പോൾ ഖതാമി എന്ന പെണ്ണിന്റെ മുന്നിൽ ഇബ്നു മുൽജിം, അവളാണെങ്കിൽ കുപ്പായൊക്കെ വലിച്ചു കയറിയിട്ട് ഇങ്ങനെ എഴുന്നേൽക്കാണ്. എന്നിട്ട് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഇബ്നു മുൽജിമിനോട് അവൾ കരഞ്ഞോണ്ട് പറയാണ്, മുൽജിമേ 2 കൊല്ലം 2 ജന്മം ജീവിച്ചു തീർക്കാനുള്ള സമ്പത്ത് എനിക്കുണ്ട്. 2 ജന്മം ജീവിച്ചു തീർക്കാനുള്ള സമ്പത്ത് എനിക്കുണ്ട്. പക്ഷെ അത് അനുഭവിക്കാൻ എന്റെ ഭർത്താവൂല, എന്റെ പിതാവൂല്ല. ഞാൻ എന്റെ മുഴുവൻ സമ്പത്തും നിനക്ക് തരട്ടെ, എന്റെ ശരീരം നിനക്ക് തരട്ടെ. അല്ലെങ്കിൽ തന്നെ അവളിൽ ആകൃഷ്ടനായിരിക്കുന്ന ഇബ്നു മുൽജിം പറഞ്ഞു, തരട്ടെ എന്നൊന്നും ചോദിക്കണ്ട, വേഗം തന്നെ മൊത്തത്തിൽ തന്നെ, പിന്നെ സ്വത്തും എല്ലാം എനിക്ക് തന്നെ. അപ്പൊ അവള് പറഞ്ഞു, തരാനായിട്ടില്ല, ഒരു ഷർത്തുണ്ട്. ഷർത്തോ? അതെ, അതിനൊരു നിബന്ധന നീ പാലിക്കണം. എന്താണ് നിബന്ധന? കൊല ചെയ്തുള്ള പ്രിയവരനെ വധിച്ചിട്ടുള്ള ദുഷ്ടൻ അലിയാരെ കൊല ചെയ്യുകയാ തരുമാ ഏനെ ധീര പുരുഷനാകാ. എന്റെ പിതാവോരെ കൊല ചെയ്തുള്ള എൻ പ്രിയവരനെ വധിച്ചിട്ടുള്ള ദുഷ്ടൻ അലിയാരെ കൊല ചെയ്യുകയാ തരുമാ ഏനെ ധീര പുരുഷനാകാ. അതെ, ആരാ? അബ്ദുൽ എന്ന് പറഞ്ഞ ഒരാൾ ഒരു 501 റുപ്യ സംഭാവന നൽകിയിട്ട് മരിച്ചവർ ഉമ്മാക്കുപ്പാപ്പ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അള്ളാഹു അവരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ബർസഖ് ജീവിതം അള്ളാഹു ഹൈറാക്കി നൽകുമാറാകട്ടെ. ആ സംഭാവന ചെയ്ത ആൾക്കും അള്ളാഹു ഈ ലോകവും പരലോകവും രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ച, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ച എല്ലാവരുടെ ഖബറുകളും അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്കും അവരുടെ കുടുംബത്തിനും നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യത്തോടുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ നമുക്ക് അവസാനമായിട്ട് വീണ്ടും ദുആ ചെയ്യാം. ഈ അവിടെ വെച്ചുകൂടും. അതുകൊണ്ട് ഇവിടെ ഇബ്നു മുൽജിമിന്റെ മുന്നിൽ ഇവള് പറഞ്ഞ ഷർത്ത് എന്താണെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാനെയും എൻ്റെ ഭർത്താവിനെയും കൊന്ന അലിയുടെ തലയെടുക്കണം. ആ അലിയുടെ തലയെടുത്തിട്ട് എൻ്റെ മുന്നിൽ കൊണ്ടുവച്ചാൽ നിനക്ക് ഞാൻ എൻ്റെ സകല സമ്പത്തും തീരെഴുതി തരും, എൻ്റെ ശരീരവും നിനക്ക് ഞാൻ കാഴ്ചവെക്കും, സമർപ്പിക്കും. ഇത് പറഞ്ഞപ്പോ ഇബ്നു മുൽജിം എഴുന്നേറ്റ് ഒറ്റ അടിയാണ്ട് കൊടുത്ത് ഇവിടെ കണ്ണുമുറി ഒന്ന് കൊടുത്തിട്ട് ചോദിച്ച്, ഞാൻ എൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന അലിയാരെ കൊല്ലാനോ? രണ്ടാമത് അങ്ങോട്ട് അടിക്കാൻ പോകുമ്പോൾ ഇവള് പുറത്തേക്ക് ഓടുമ്പോൾ ഇവള് വാതിൽ ഇങ്ങോട്ട് ബാക്കിൽ നിന്ന് അടച്ചിട്ട് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കളഞ്ഞു. ഇബ്നു മുൽജിം അതിൻ്റെ അകത്തുനിന്ന് ഈ വാതിൽ തുറക്കാൻ വേണ്ടി പിടിയും വലിയ ഇടിയും കുത്തൊക്കെ നോക്കി, കറാട്ടേൻ്റെ അടുത്ത് നോക്കി. ഇപ്പൊ ഈ പീഡനം കൂടിയത് കൊണ്ട് പെൺകുട്ടികൾ കറാട്ട പഠിക്കുന്ന കാലമാണ്. അതുകൊണ്ട് കറാട്ട പഠിച്ച പെൺപിള്ളേരെ നമ്മൾ കെട്ടണ്ട. കറാട്ട പഠിച്ചോളെ കെട്ടിയാൽ ഓള് കറാട്ട, കെട്ടിയാൽ നമ്മൾ പൊറാട്ട. അതുകൊണ്ട് ആരും അതിന് നിൽക്കണ്ട, നടക്കൂലോ ആ കേസ്. ഒന്നും ഇല്ലാതെ സ്വാധീനമില്ലാതെ പെൺപിള്ളേർ കെട്ടിക്കോ, കൈക്കും കാലിനും ആരോഗ്യമില്ലാതെ ചേച്ചി നോക്കിയിട്ട്, എന്നാലിപ്പോൾ രക്ഷയുള്ളൂ. ഇയാളിങ്ങനെ കുത്തിയിട്ട് ഇത് വാതിൽ തുറക്കുന്നില്ല. യുദ്ധം കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന ഇബ്നു മുൽജിം ആ റൂമിൽ കട്ടിലുണ്ട്, ഒരു ബെഡുണ്ട്, അവിടെ കിടന്ന് മൂപ്പര് ഉറങ്ങിപ്പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഒരു മണികിലിക്കം കേൾക്കുക. ആ മണികിലിക്കം കേൾക്കുമ്പോൾ ഇബ്നു മുൽജിമിന് ഉറക്കം ഞെട്ടി. ഇബ്നു മുൽജിം അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് ഇബ്നു മുൽജിം
തിരിഞ്ഞ് ഇങ്ങോട്ട് ചെരിഞ്ഞ് നോക്കുമ്പോ കാണുന്ന ഒരു കാഴ്ചണ്ട്. ചിലെന്നും കാൽപദത്തിന്നോശ ഓശ കേട്ട് മുൽജി മണ്ണ് പിന്തിരിഞ്ഞു നോക്കി. ചിലെന്നും കാൽപദത്തിന്നോശ ഓശ കേട്ട് മുൽജി മണ്ണ് പിന്തിരിഞ്ഞു നോക്കി. ഇവനെ കുറിച്ച് പിന്തിരിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോ കാണുന്ന ഒരു കാഴ്ച ചരിത്രത്തിൽ പറയുന്നത്, ഖത്താമി കേറി വരികയാണ് റൂമില്. എങ്ങനെയാ വരുന്നതെന്നറിയോ? ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. ഒരു ഉമ്മ ഒരു പെൺകുട്ടിയെ പ്രസവിച്ച് പായിൽ നിന്ന് ആ പെൺകുട്ടി എഴുന്നേറ്റ് ഇങ്ങ് വന്നാൽ, അങ്ങനെ ഒരു പെണ്ണിനെ അങ്ങോട്ട് പെറ്റിട്ടിട്ട് പാലത്തുമന്താലേക്കല്ല, പ്രസവിച്ച പെൺകുട്ടി എഴുന്നേറ്റിട്ട് അങ്ങനെ നടന്നു വന്ന എന്താ ഉണ്ടാകുക? പൂർണ്ണ നഗ്നയായിരിക്കും. ശരീരത്തിൽ ഒന്നും ഉണ്ടാകൂല. പൂർണ്ണമായ നഗ്നയായിട്ട് അവളിങ്ങ് നടന്നു വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒരു നൂല് പോലും ഉണ്ടാവില്ല പെൺകുട്ടിക്ക്. ആ രൂപത്തിലാണ് ഖത്താം ഇബ്നു മുൽജിമിന്റെ മുറിയിലേക്ക് കയറി വന്നതെന്ന് ചരിതം. ഇവളുടെ മേനിയഴക് കണ്ട ഇബ്നു മുൽജിം ചാടി എഴുന്നേറ്റ് കൊണ്ട് ഖത്താമിയോട് പറഞ്ഞ, ഖത്താമി, നിനക്ക് വേണ്ടി ഒരലിയല്ല 1000 അലിയെ കൊല്ലാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് എടുക്കടി, വാളിങ്ങെടുക്ക്. അപ്പ ഖത്താമിക്ക് തോന്നി, മുൽജിമ നമ്മളെ പിടിച്ചെടുത്ത് എത്തിയിട്ടുണ്ട്, നല്ലേ. ഖത്താമി പറഞ്ഞു, സാരൻ ഇരിക്കി, ഇപ്പം പോണ്ട, ഇപ്പം പോയാൽ ശരിയാവില്ല. ഇപ്പം പോയാൽ അലിയല്ല കൊല്ല, നിങ്ങളെ കൊല്ല. അങ്ങോട്ടിരിക്കും, ഞാൻ പറഞ്ഞുതരുന്ന സമയത്ത് പോയാൽ മതി. പൂർണ്ണ നഗ്നയായ ഖത്താമിയും ഇബ്നു മുൽജിമും ഒരേ ബെഡിന്റെ അകത്ത് ഒരു രാത്രി കഴിച്ചു കൂട്ടി. അപ്പോ കഴിച്ചു കൂട്ടിയപ്പോ ഇവള് ഒന്ന് പണ്ട് ഒരു എന്താണ് റൂമിന്റെ ഉള്ളിൽ നിന്ന് കൊതു എല്ലാം പുറത്തേക്ക് പോകും. കൊതുവിനെന്താ പറയാ? അല്ലപ്പ, വേറെന്തോ ഉണ്ടാവും, പുർക്ക, അങ്ങനെ അറിയില്ല. അങ്ങനെയാണല്ലോ സാർ. അതന്നെ അല്ല വാക്കാന്ന്, പുർക്ക് പറഞ്ഞു നമുക്ക് നാട്ടിൽ പോയിട്ട് പറയണ്ടേ. ആദ്യമായിട്ട് നമ്മളെ കുമ്പളയിലെ ഹോട്ടലിൽ നമ്മൾ സ്ഥിരം താമസിക്കില്ല, ഈ ഭാഗത്തെല്ലാം പരിപാടിക്ക് വന്നത്. അപ്പം അവിടെ ആ ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ചായക്ക് കൂട്ടാൻ കടിയെന്ന് ചോദിച്ചു. ബേക്കാച്ചിൻ്റെ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സാധനം അറിയില്ല. ഞാൻ പറഞ്ഞ് വരട്ടെ നോക്കുമ്പോൾ പഴം പൊരിച്ചേ, അതാണ് ബേക്കാച്ചി. അപ്പം ഞാൻ നമ്മളെ നാട്ടിൽ ആ പേര് നമ്മളെ നാട്ടുകാർക്ക് കുറഞ്ഞു കൊടുത്തു. ഇപ്പം ഞാൻ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഫോൺ വിളിക്കും, ഫോണിൽ ചോദിച്ചിട്ട് ചോദിക്കും, എന്താ പേർക്ക് ചായ കൂട്ടാന്ന് വെച്ചാൽ മോള് പറയും ബേക്കാച്ചി ഉണ്ട്, വേമ്പാന്ന് പറയും.